നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ, ചായ നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല കൈപുണ്യം. അപ്പോൾ ഋതിക മോളുടെ പിറന്നാൾ ദിവസം നമ്മൾ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യുന്നു. എന്തു പറയുന്നു പ്രതാപ? ശരി വരുമോ? ഫംഗ്ഷൻ നമുക്ക് ചെറിയൊരു ആഘോഷമാക്കിയേക്കാം. തീർച്ചയായും. ഞാനീ കേൾക്കുന്ന സത്യാണോ? അച്ഛൻ എന്റെ ബർത്ത്ഡേ ദിവസം ആഘോഷിക്കാൻ പോവാണെന്നോ? നടക്കാൻ പോകുന്നത് ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ല, വിവാഹ നിശ്ചയമാണെന്ന് മാഡം പറഞ്ഞ വലിയ പ്രശ്നമാവുമല്ലോ. പ്രതാപ, എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ ശരി, 1-2 ബന്ധുക്കളുടെ വീട്ടിലേക്ക് കയറണം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ശരി മോളെ, ഞങ്ങൾ ഇറങ്ങുവാണേ. ശരി. അപ്പൊ ഇനി കാര്യങ്ങളൊക്കെ വളരെ സ്പീഡിൽ നടക്കണം. ആയിക്കോട്ടെ. ഓക്കെ. വന്ന ചെറിയമ്മേ, പറയാം. എന്തൊക്കെ ചെറിയമ്മ ഇവിടെ നടക്കുന്നത്? ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്റെ ബർത്ത്ഡേ അച്ഛൻ ആഘോഷിക്കാന്ന് പറഞ്ഞപ്പോ എനിക്കെന്റെ സന്തോഷം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും ആ അങ്കിളും ആന്റിക്കും വേണം നന്ദി പറയാൻ. ഇവരെന്താ നമ്മുടെ വീട്ടിലേക്ക് കുറച്ചുകൂടി നേരത്തെ വരാത്തത്? അവരെ രണ്ടുപേരെയും മോൾക്ക് ഇഷ്ടായോ? ഒരുപാട് ഇഷ്ടായി. അവര് വന്നതിൽ പിന്നെയാ അച്ഛന് ഈ മാറ്റങ്ങളൊക്കെ വന്നത്. അച്ഛൻ എന്നോട് സ്നേഹം തോന്നി തുടങ്ങി എന്നെനിക്ക് തോന്നുന്നു. ചെറിയമ്മയ്ക്ക് എന്താ ഒരു സന്തോഷമില്ലാത്ത? ആര് പറഞ്ഞു ചെറിയമ്മയ്ക്ക് സന്തോഷമില്ലാന്ന്? മോളുടെ സന്തോഷം കാണുന്നതാ ചെറിയമ്മയുടെ സന്തോഷം. ഋതുമോളെ, ഇങ്ങ് വാ. ചെല്ല്. വാ മോളെ. ദീപകെ, ഈ പണം നമ്മുടെ സർവൻസിന് കൊടുത്തേക്ക്. ശരി അമ്മേ. നീ ഇവിടെ ഉണ്ടായിരുന്നോ? എനിക്കോ? അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഈ പണം ഈ വീട്ടിലെ ജോലിക്കാർക്ക് കൊടുക്കാൻ. നീ എന്താ ഈ വീട്ടിലെ ജോലിക്കാരനല്ലേ? ഈ വീട്ടിൽ നിന്നല്ലേ നീ ശമ്പളം വാങ്ങിക്കുന്നേ? ഇനിയിപ്പൊ ജോലിക്കാരനിലും ഉയർന്ന മറ്റേതോ സ്ഥാനാണെന്നാണോ നീ വിചാരിക്കുന്നത്? പിടിക്കടാ. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. നീ അമ്മാവന്റെ വിശ്വസ്തനൊക്കെ ആയിരിക്കും, പക്ഷേ നീ ഈ വീട്ടിലെ കൂലിക്കാരനാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.